നമ്മുടെ ഇന്നത്തെ റെസിപ്പി പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒന്നാണ്. അരിപ്പൊടി മാത്രമാണ് ഞാനിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിനു വേണ്ടി നമുക്ക് ഇറച്ചിയോ മുട്ടയോ ഒന്നും ആവശ്യമില്ല. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഞാൻ പുഴുങ്ങിയിട്ട് കട്ടകളില്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ്. പുഴുങ്ങുന്ന സമയത്ത് ഞാൻ ഉപ്പ് ഇട്ടിക്കണ്. ഇതിൽ ഇങ്ങനെ ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സവാളൻ്റെ പകുതി അരിഞ്ഞിട്ടിടുക. പിന്നെ കുറച്ച് മല്ലിയിലയും കരിവേപ്പിലയും കുറച്ച് ഇഞ്ചിയും ഒരു പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നീട് ഇതിലേക്ക് നമ്മുടെ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ഞാനൊരു 1/2 ടീസ്പൂൺ ഉപയോഗിച്ചിരിക്കണം. നമ്മുടെ ഇഷ്ടത്തിൻ്റെ എരിവിനനുസരിച്ചിട്ട്. പിന്നെ കുറച്ച് ഗരം മസാല, നമുക്കിഷ്ടമുള്ള പൊടികളൊക്കെ അതിലേക്ക് ചേർക്കാം. പിന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടി, നമുക്ക് ചിക്കൻ പൊടി ഉണ്ടെങ്കിൽ ചിക്കൻ മസാലപ്പൊടി അതും ചേർക്കാം വേണമെങ്കിൽ. പിന്നെ ആവശ്യത്തിന് ഉരുളക്കിഴങ്ങിൽ ഞാൻ ഉപ്പിട്ടിക്കണ്, കുറച്ച് ഉപ്പും കൂടി ഇട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടിത് കട്ടകളില്ലാതെ കുഴച്ചെടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു നല്ലൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് കുറച്ചൊരു അരിപ്പൊടി ചേർക്കാം. ഞാനൊരു 2 ടീസ്പൂൺ അരിപ്പൊടി എടുത്തേക്കുന്നു. പിന്നെ അരിപ്പൊടി ചേർത്തിട്ട് നമ്മളൊന്നത് കുഴച്ചെടുക്കുക. പിന്നീട് നമ്മൾ കൈ കഴുകിയതിന് ശേഷം കയ്യിൽ കുറച്ച് എണ്ണ തടവുക. നമുക്കിഷ്ടമുള്ള ഷേപ്പാക്കാൻ വേണ്ടിയിട്ട്. നമുക്കിഷ്ടമുള്ള ഷേപ്പാക്കാം. അങ്ങനെ ആക്കണമെന്നൊന്നുമില്ല, ഏത് ഷേപ്പിലും നമുക്ക് ആക്കിയെടുക്കാം. എന്നിട്ട് എണ്ണ ചൂടായതിന് ശേഷം ഒന്നത് ഫ്രൈ ചെയ്തെടുത്ത് ഇങ്ങനെ നമുക്ക് മാവ് കൊണ്ടുണ്ടാക്കിയ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ പലഹാരം ഇവിടെ റെഡിയായി.